ഈ ചുരിദാറിൻ്റെ ടോപ്പ് തയ്ക്കുന്ന വീഡിയോ ഞാൻ 2 ദിവസം മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് അതിൻ്റെ പാൻറ്റ് തയ്ക്കുന്ന വീഡിയോ ആണ് കേട്ടോ. 4 മടക്കിയിട്ട ശേഷം വീതി ഒരു 14 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. താഴേക്ക് ഒരു 15 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതൊന്ന് ചതുരത്തിലൊന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ അതൊന്ന് ഷേപ്പ് ചെയ്ത് വരച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ആ ഭാഗം ഷേപ്പ് ചെയ്തൊന്ന് വരച്ചിട്ടുണ്ട്. ഇറക്കം എനിക്ക് 34 ഇഞ്ച് മതി. ഞാൻ 39 ഇഞ്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. താഴെ ഭാഗം ഒരു ഓപ്പൺ ആയിട്ടാണ് ഞാൻ തയ്ക്കുന്നത്. സൈഡിൽ ഒരു ഓപ്പൺ ആയിട്ട് തയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ചൊന്ന് കൂട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. അടിഭാഗത്തിന് ഒരു 7 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആ ഭാഗത്തിലേക്ക് ഇങ്ങനെ ഷേപ്പ് ചെയ്തൊന്ന് വരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് വെട്ടിയെടുക്കണേ. ഇതാണ് ഇതിൻ്റെ വരച്ച രൂപം കേട്ടോ. ഇതൊന്ന് വെട്ടിയെടുക്കുകയാണേ. ഇതോടുകൂടി പാൻറ്റിൻ്റെ വെട്ടുന്ന വീഡിയോ കഴിഞ്ഞു കേട്ടോ. ഇത്ര സിമ്പിളായിട്ട് നമുക്ക് പാൻറ്റ് വെട്ടിയെടുക്കാൻ പറ്റും കേട്ടോ. അലാസ്റ്റിക് വെച്ചിട്ടാണ് തയ്ക്കുന്നത്. അരയിൽ അലാസ്റ്റിക്കാണ് വെക്കുന്നത്. സിമ്പിളായിട്ട് നമുക്കിത് തയ്ച്ചെടുക്കാൻ പറ്റും കേട്ടോ. അങ്ങനെ പാൻറ്റ് വെട്ടുന്ന ഭാഗം കഴിഞ്ഞു കേട്ടോ. ഇത്രയേ ഉള്ളൂ കേട്ടോ വെട്ടുന്നത്. ഇനി ഇതിൻ്റെ നല്ല ഭാഗങ്ങൾ ചേർത്ത് വെച്ചിട്ട് ആണ് തയ്ക്കുന്നത് കേട്ടോ. ഒരു പീസ് ഞാനിങ്ങനെ നിവർത്തി വെച്ചിട്ടുണ്ട് മേലെ ഭാഗം കേട്ടോ. രണ്ടാമത്തെ ഭാഗവും അതേപോലെ അതിൻ്റെ നല്ല വശങ്ങൾ തമ്മിൽ ചേരുന്ന വിധത്തിൽ വെച്ചിട്ടാണ് തയ്ക്കുന്നത് കേട്ടോ. അങ്ങനെ ഒരു സൈഡ് മേലെ ഭാഗം ഒരു സൈഡ് തയ്ക്കുകയാണേ. അത് 2 സ്റ്റിച്ചിട്ട് തയ്ക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിങ്ങനെ കണ്ടോ നിവർത്തി വരുമ്പോൾ ഇങ്ങനെ ഒരു സൈഡ് ഇങ്ങനെ അത്ര തയ്ച്ചിട്ടുണ്ട്. ഇനി പാൻറ്റിൻ്റെ താഴെ ഭാഗമാണ് കേട്ടോ. ഒരു 4 ഇഞ്ച് മടക്കി അടിക്കുന്നുണ്ട്. താഴെ ഭാഗം കേട്ടോ. കാലിൻ്റെ താഴെ ഭാഗം വരുന്ന ഭാഗമാണിത് കേട്ടോ. ഒരു 4 ഇഞ്ച് മടക്കി അടിച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ഇതിന് ഞാനൊരു സൈഡ് ഓപ്പൺ ചെറുങ്ങനെ ഒരു ഓപ്പൺ വെക്കുന്നുണ്ട് താഴെ ഭാഗത്ത്. ഇതിൻ്റെ കറക്റ്റ് സെൻറ്ററിൽ നിന്ന് നമ്മളൊന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. 4 ഇഞ്ച് മടക്കി അടിച്ചത് ഉള്ളിലേക്ക് നല്ലതല്ലാത്ത വശത്തിലേക്കാണ് മടക്കി അടിച്ചത്. ഇനി ഇത് നല്ല വശത്തിലേക്ക് മടക്കി ഒരു 3.5 ഇഞ്ച് മടക്കി വെച്ചിട്ട് നമ്മൾ കറക്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നടുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിനി തയ്ച്ച് വരുമ്പോൾ ആ 4 ഇഞ്ച് മടക്കി അടിച്ച ആ സ്റ്റിച്ചിൻ്റെ അവിടെ വെച്ചിട്ട് കുത്തി നിർത്തിയിട്ടാണ് തിരിച്ചെടുക്കേണ്ടത് കേട്ടോ. അങ്ങനെ ഒന്ന് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അങ്ങനെ താഴെ ഏറ്റവും അടിയിൽ നമ്മളിങ്ങനെ തയ്ച്ച് കൊണ്ടുവരുന്നുണ്ട്. അറ്റത്തു കൂടെയാണ് തയ്ച്ച് വരുന്നത് കേട്ടോ. അങ്ങനെ തിരിച്ച് നമ്മൾ മാർക്ക് ചെയ്ത ആ ഭാഗം തിരിച്ചെടുത്ത് സൂചി കുത്തി നിർത്തി വീണ്ടും തിരിച്ചെടുത്തിട്ട് ഇങ്ങനെ തയ്ച്ച് വരികയാണേ. ആ ഭാഗം അങ്ങനെ തയ്ച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് കറക്റ്റ് ആ നടുക്ക് വരച്ച ഭാഗം നമ്മളൊന്ന് വെട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ. വെട്ടി സൈഡൊക്കെ ഒന്ന് വെട്ടിട്ട് കൊടുത്തിട്ട് ഇതൊന്ന് മറിച്ചെടുക്കുകയാണ്. നല്ല ഭാഗത്തേക്ക് വെച്ചിട്ടാണ് നമ്മളിത് തയ്ച്ചത് കേട്ടോ. ഇത് കണ്ടോ. ഇതിനി മറിച്ചെടുക്കുമ്പോൾ തിരിച്ച് ഇങ്ങനെ വരും കേട്ടോ. സ്റ്റിച്ച് ചെയ്യുന്ന ഭാഗം നല്ലതല്ലാത്ത ഭാഗത്തേക്ക് അങ്ങനെ മടങ്ങി വരുവേ. ഇനി അത് പതിച്ചടിച്ച് വരികയാണ്. താഴെ ഭാഗം പതിച്ചടിച്ച് വരുന്നുണ്ട് കേട്ടോ. അറ്റത്ത് കൂടെ നമ്മൾ പതിച്ചടിക്കുകയും ചെയ്യുകയാണ്. ഇനി നമ്മൾ അതിൻ്റെ മേലെ ആ ഒരു ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗം കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. മടക്കി വന്ന ആ ഭാഗത്തിൻ്റെ മേലെ ഭാഗം ഓപ്പണായി കിടക്കുകയല്ലേ, അതും കൂടെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ലൈക്കും തന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇത് കണ്ടോ, ഈ രീതിയിലാണ് ഇതിൻ്റെ ആ ഓപ്പൺ വരുന്നത് കേട്ടോ. ഇതിങ്ങനെ ചെറുങ്ങനെ കാണാനൊരു ഭംഗിയാണ് കേട്ടോ ആ ഓപ്പൺ ഭാഗം. ഇനി ഇതിൻ്റെ അരഭാഗമാണ് തയ്ക്കുന്നത്. അലാസ്റ്റിക് ഒരു 3/4 ഇഞ്ചാണ് വീതിയുള്ളത്. അപ്പോൾ ഞാനൊരു 1.25 ഇഞ്ച് വീതിയിലാണ് മേലെ ഭാഗം അരഭാഗം
മടക്കി തയ്ക്കുന്നത് കേട്ടോ. അങ്ങനെ ഒരു 1.25 ഇഞ്ച് വീതിയിലാണ് ഞാനിത് മടക്കി തയ്ച്ചത് മേലെ ഭാഗം. സിമ്പിളായിട്ട് നമുക്കിതൊക്കെ അലാസ്റ്റിക് വെച്ച് തയ്ച്ചെടുക്കാൻ പറ്റും കേട്ടോ. വേണ്ടോ, ഈ വീതിയിൽ അങ്ങനെ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി അലാസ്റ്റിക് ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്, ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഒരു പിന്നിൽ പുറത്തിട്ട് അങ്ങനെ അതിനുള്ളിലേക്ക് റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അത് അലാസ്റ്റിക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അലാസ്റ്റിക്കിൻ്റെ ഒരറ്റം നമ്മളൊന്ന് തയ്ച്ചു കൊടുക്കുന്നുണ്ട്, ഇല്ലെങ്കിൽ ഇത് ഉള്ളിലേക്ക് പോകും കേട്ടോ. അങ്ങനെ ഒരു ഭാഗം തയ്ച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കറക്റ്റ് നമുക്ക് എത്രയാണോ അലാസ്റ്റിക് വേണ്ടത് ആ ഒരു രീതിയിൽ അളന്നിട്ട് നമുക്ക് മറ്റേ ഭാഗം കൂടെ ഒന്ന് ചേർത്ത് അടിച്ചു കൊടുക്കണം. കണ്ടോ, നമ്മളുടെ അളവിന് എത്രയാണോ നമുക്ക് വേണ്ടത് വെച്ചാൽ അത്രയും അലാസ്റ്റിക് എടുത്തിട്ട് മറ്റേ ഭാഗം കൂടെ ഒന്ന് അലാസ്റ്റിക്കും തുണിയും കൂടെ ഒന്ന് ചേർത്ത് അടിച്ചു കൊടുക്കുന്നുണ്ട്. ബാക്കി അലാസ്റ്റിക് വെട്ടി നമ്മൾ മാറ്റിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതിൻ്റെ ഈ ഞൊറിവ് ആയിട്ട് നിൽക്കുമല്ലോ, പിന്നെ അത് നമ്മൾ കുറച്ച് വീതി കൂട്ടി എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഞൊറിവ് പോലെ ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മളതൊന്ന് എല്ലാ ഭാഗത്തേക്കും ഞൊറിവ് ഒപ്പാക്കി എടുത്തിട്ട് ഇങ്ങനെ അലാസ്റ്റിക്കിൻ്റെ നടുക്ക് കൂടെ ഒന്ന് അടിച്ചു കൊടുക്കണം കേട്ടോ. അങ്ങനെ വലിച്ചടിച്ചു കൊടുക്കണേ, ഇല്ലെങ്കിൽ ഈ അലാസ്റ്റിക് പിരിഞ്ഞിട്ട് നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കുവേ. ഇതിങ്ങനെ വലിച്ചടിച്ചു കൊടുക്കണം കേട്ടോ. ഇങ്ങനെയാകുമ്പോൾ എന്താ വെച്ചാൽ അലാസ്റ്റിക് പിരിയുമില്ല, അങ്ങനെ കറക്റ്റായിട്ട് നിൽക്കുകയും ചെയ്യും, ഭംഗിയാണിത് കാണാൻ. അങ്ങനെ ഇങ്ങേ അറ്റം വരെ വലിച്ചടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഇപ്പോൾ നല്ല കറക്റ്റായി എടുത്തിട്ടുണ്ട്. ഇനി ആ സൈഡും കൂടെ കൂട്ടിയടിക്കുകയാണ് കേട്ടോ. ആ ഭാഗം കൂടെ കൂട്ടിയടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിങ്ങനെ കണ്ടോ, രണ്ട് ഭാഗവും മേലെ രണ്ട് ഭാഗവും ചേർത്തടിച്ചു കേട്ടോ. അപ്പോൾ ഇനി ഇതിങ്ങനെ കറക്റ്റാക്കി വെച്ചിട്ട് കണ്ടോ, ഇതിൻ്റെ താഴെ ഭാഗങ്ങളൊക്കെ ഒപ്പം വെച്ചിട്ട് നാട്ട വരുന്ന ഭാഗവും ഇതിൻ്റെ താഴെ കണ്ടോ കാലിൻ്റെ ഭാഗവും ഇതിനൊപ്പം ചേർത്ത് വെച്ച് നമ്മളൊന്ന് ഒപ്പം വെച്ച് നോക്കണം കേട്ടോ, കറക്റ്റ് അല്ലേന്നൊക്കെ. കണ്ടോ, അത് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് താഴെ ഭാഗം ഇങ്ങനെ ചേർത്തടിച്ച് കൊടുക്കുകയാണേ. സിമ്പിളായിട്ട് നമുക്ക് അടിച്ചെടുക്കാൻ പറ്റും കേട്ടോ. അത് ഇത്ര പണിയുള്ളൂ പാൻറ്റിന്. പിന്നെ എൻ്റെ ഇത് കണ്ടോ, സെൻറ്റർ വരുന്ന ഭാഗമെത്തി. ഇനി അവിടെ നിന്ന് നമ്മളൊന്ന് തിരിച്ച് അതേപോലെ താഴത്തേക്ക് അങ്ങനെ നമ്മളുടെ പാകത്തിന് അടിച്ചു കൊടുക്കണം കേട്ടോ. നമ്മളുടെ അളവ് നമുക്ക് എത്രയാണോ വണ്ണം വേണ്ടത് ആ ഒരു അളവിന് നമ്മൾ അടിച്ചെടുക്കാം കേട്ടോ. ഇത് പിന്നെ പഴയതായി കഴിഞ്ഞാൽ നമുക്ക് വീട്ടിലും ഇടാം. അതുകൊണ്ടാണ് ഇങ്ങനെ കുറച്ച് ലൂസിൽ തയ്ക്കുന്നത് കേട്ടോ. വീട്ടിൽ നമുക്ക് കുറച്ച് ലൂസിലുള്ളതൊക്കെ ഇടാനല്ലേ നമുക്കിഷ്ടം. ഇത് കണ്ടോ, പാൻറ്റിൻ്റെ തയ്യലും കഴിഞ്ഞു കേട്ടോ. പിന്നെ ഇതിൻ്റെ സൈഡ് ആലാസ്റ്റിക്കിൻ്റെ ഭാഗം ഉണ്ടല്ലോ, അവിടെ നമ്മളിതൊന്നിങ്ങനെ രണ്ട് ഭാഗത്തേക്കും ചേർത്ത് വെച്ചൊന്ന് പതിച്ചടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് നമ്മളുടെ ഒരു കുത്തൽ വരില്ലെങ്കിൽ ആ കുത്തൽ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ആ ഭാഗം നമ്മളൊന്ന് പതിച്ചടിച്ച് കൊടുക്കുന്നത് കേട്ടോ. ഇത്രയേ ഉള്ളൂ കേട്ടോ പാൻറ്റിൻ്റെ വീഡിയോ. എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. ഇനി ഇതൊന്ന് തിരിച്ചിട്ടിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. കണ്ടോ, നമ്മളെ ചുരിദാർ പാൻറ്റ് ഇത്ര ഈസി ആയിട്ട് നമുക്ക് തയ്ക്കാൻ പറ്റും കേട്ടോ.